ഗുരുവായൂരപ്പനെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാന്ത് തന്നെയാണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ സമയം ഉണ്ടാക്കി വന്നിരിക്കേ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. കാരണം അവിടെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് പുലർച്ചെ പോകാമെന്ന് പ്ലാനൊക്കെ ചെയ്ത് വേഗം റെഡി ആയതാണ് കേട്ടോ. പക്ഷെ 5 മണിക്കുള്ള പോക്കൊന്നും നടന്നില്ല. ഞങ്ങളൊരു 6 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. പോകുന്നത് ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെയായിരുന്നേ. എത്രയും നേരത്തെ ഇറങ്ങിയ തിക്കും തിരക്കില്ലാതെ റോട്ടിൽ കൂടെ നമുക്ക് വേഗം പോവാന്ന് കരുതിയിട്ടാ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞാൻ ഉണ്ണിയും കണ്ണനും അമ്മയൊക്കെ ഉണ്ടേ. അമ്പലത്തിൽ കയറി തൊഴുതു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. വണ്ടി തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിന്ന നേരത്ത് ഫോണൊക്കെ എടുത്ത് വന്ന് നമ്മൾ ചെറിയൊരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. ഗുരുവായൂർ വന്ന ഒരു 2-3 ഫോട്ടോ അതില്ലാണ്ട് പറ്റില്ലല്ലോ. 4 മണിക്കൂർ നീണ്ട ക്യൂ നിന്നതിന് ശേഷമാണ് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയത്. അതുമാത്രമല്ല ഇന്ന് പ്രസാദോട്ടിന് രസക്കാളനും കൂടി ആയിരുന്നു. പിന്നെ എന്താ വേണ്ട, എല്ലാം തൃപ്തിയായി. ഗുരുവായൂർ വന്ന് തൊഴുതാൻ മാത്രം പോരാ, നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി 2-3 കാര്യങ്ങളും കൂടിയുണ്ട്. അതിലൊന്നാണ് മരപ്രഭുവിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനും. മരപ്രഭുവിനെ കണ്ടില്ലെങ്കിൽ അതൊരു വിഷമമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു. ഉണ്ണിക്ക് കുറച്ച് ടോയ്സ് മേടിച്ചു. ഗുരുവായൂർ വന്നാൽ എല്ലാവരും മയിൽപ്പീലി മേടിക്കൂലേ. ഞാൻ ഇതുവരെ മയിൽപ്പീലി മേടിച്ചിട്ടില്ല. പക്ഷെ അനിയ മയിൽപ്പീലി മേടിച്ചപ്പോൾ ഞാൻ മയിൽപ്പീലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.